സർക്കാർ ബില്ലുകളിൽ ഒപ്പിടൽ വൈകിപ്പിച്ച ഗവർണറുടെ നടപടി ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. ജനങ്ങളെയും ഭരണഘടനയെയും വെല്ലുവിളിക്കുകയാണ് ഗവർണർ ചെയ്തതെന്നും മന്ത്രി രാജൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സെപ്റ്റംബറിൽ നിയമസഭ പാസാക്കിയ 5 ബില്ലുകളിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം ഒപ്പിട്ടത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഒപ്പിട്ടത് ദുരൂഹവും സംശയകരവുമാണ്. നിയമപരമായി നിയമസഭയ്ക്ക് തിരിച്ചയക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കുകയോ ചെയ്യാതെ ബില്ലുകൾ പിടിച്ചുവെച്ച് മനഃപൂർവ്വം ഒപ്പിടൽ വൈകിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് വെല്ലുവിളിയാണ്. ഇനിയെങ്കിലും ഭരണഘടനാ നിയമങ്ങൾ പാലിക്കാൻ ഗവർണർ തയ്യാറാകണമെന്ന് പറഞ്ഞ മന്ത്രി വൈകിയാണെങ്കിലും ഒപ്പിട്ട നടപടിയെ സ്വാഗതവും ചെയ്തു. എന്തിനാണ് 7 മാസക്കാലം കേരളത്തിലെ ഗവർണർ ഇങ്ങനെ ഒരു ബില്ലിന് എടുത്തു വെക്കാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യം ഇപ്പോഴും ദുരൂഹമാണ്. തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഈ ബില്ല് പിടിച്ചു വെച്ചത് സംശയാസ്പദമാണ്. അതിന്റെ പിന്നിലുള്ള വികാരം എന്താണ് എന്ന് മനസ്സിലാവാത്തതാണ്. തെരഞ്ഞെടുപ്പിൽ ഈ ബില്ല് പാസ്സാക്കപ്പെട്ടാൽ ഭരണകൂടത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള ഗുണമുണ്ടാകുമോ എന്ന് പേടിച്ച് ചില രാഷ്ട്രീയ ഇടപെടലുകളുടെ ഭാഗമായി മാറ്റിവെച്ചതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിലെ മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനയോടും ജനാധിപത്യത്തിനോടുമുള്ള കടുത്ത വെല്ലുവിളികൾ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഗവർണർ ഇത്തവണയെങ്കിലും ബില്ല് ഒപ്പിടാൻ തീരുമാനിച്ചത് വളരെ സന്തോഷകരമാണ്. എന്തായാലും ഈ ബില്ല് പാസ്സാക്കിയ സാഹചര്യത്തിൽ ആ ബില്ലിന് അടിയന്തരമായി ചട്ടം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് സർക്കാർ ആലോചിക്കുന്നത്. തൃശൂരിൽ LDF സ്ഥാനാർത്ഥി CPIയുടെ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ വിജയിക്കുമെന്ന് CPM BJP അന്തർധാര ആരോപണത്തെ തള്ളിയ മന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. തത്തമ്മയെ പൂച്ച എന്ന് പറയുന്നത് പോലെ പ്രതിപക്ഷം അന്തർധാര സജീവമായിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഏത് അന്തർധാരയാണെന്ന് ഞങ്ങൾക്ക് ഇവരെ പിടികിട്ടിയിട്ടില്ല. EP ജയരാജൻ, പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച വിഷയത്തിലും പ്രതികരിച്ച അദ്ദേഹം ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ജാഗ്രതയോടെ മുന്നോട്ടു പോകണമെന്നും അഭിപ്രായപ്പെട്ടു. ജനപ്രതിനിധികളെല്ലാവരും CM സൂചിപ്പിച്ചതുപോലെ പൊതുപ്രവർത്തനത്തിൽ പുലർത്തേണ്ട പല വിധത്തിലുള്ള ജാഗ്രതകളുണ്ട്. അത് എല്ലാവരും മനസ്സിലാക്കി പോവുകയാണ് ഏറ്റവും നല്ലത്. സ്വകാര്യം പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ മാറുകയാണ്. അത് തിരിച്ചറിഞ്ഞ് ജനപ്രതിനിധികൾ, ജനാധിപത്യ രംഗത്ത് നിൽക്കുന്ന നേതാക്കൾ കാണിക്കേണ്ട ജാഗ്രതയുണ്ട്. വിശദാംശങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. TCV തൃശൂർ.